കേരള ഡിലൈറ്റ്സ് ദ റിയൽ ടേസ്റ്റ് ഓഫ് കേരള. കേരളത്തിന്റെ രുചിയേറിയ വിഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക്. ലോഞ്ചിങ് സൂൺ ഇൻ യൂറോ, അയർലൻഡ്, USA ആൻഡ് കാനഡ. എന്റെ മകന് ക്രിസ് ഗെയിൽ കൊടുത്താണ്. ക്രിസ് ഗെയിൽ സൈൻ ചെയ്ത് കൊടുത്ത. ഇത് വിരാട് കോഹ്ലി, KL രാഹുൽ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം BCCI എന്നൊക്കെ പറഞ്ഞിട്ടാകണ്ടല്ലോ. സഞ്ജുവിന്റെ വെട്ട് സുവനീർ ആക്കി വെച്ച് ഇച്ചിരി കളർ വേണ്ടേ? വീറ്റ് ബ്രെഡ്. ഇപ്പോഴാണ് ശരിക്കും എല്ലാരും വെള്ളക്കാരായത്. കഴിഞ്ഞ് കുളിക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ അല്ലേ? ഉണ്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരു ടാക്സി വിളിച്ചങ്ങ് വന്നാൽ മതി വീട്ടിലോട്ട്. എനിക്ക് കൂട്ടാരും ഇല്ല. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ ഇന്നലെ രാത്രി താമസിച്ചത് ഇവിടെയുള്ള ഈ ഒരു വീട്ടിലാണ്. നമ്മുടെ സിബിച്ചേട്ടൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീടാണിത്. ഇവിടെയാണ് ഇന്ന് രാത്രി താമസിച്ചത്. ഞാൻ വീട് കാണിച്ചു തരാം. അടിപൊളി ഒരു വീടാണ്. ഇവിടെ ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇതൊരു ടൂറിസ്റ്റ് സ്ഥലമൊന്നുമല്ല, ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇത് ഒരു ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഒരു ലേഡിയും അതേപോലെ തന്നെ അവരുടെ ഹസ്ബൻഡും കൂടെ ഉള്ളൊരു വീടാണ്. ഇവരെല്ലാം ഒരു മിക്സഡ് ബ്രീഡായിരിക്കും. അതാണ് ഇവിടുത്തെ ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലാം ഒരു മിക്സഡ് ടൈപ്പ് ഓഫ് ആൾക്കാരായിരിക്കും. സിബിച്ചേട്ടൻ രാവിലെ വന്നിട്ടുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ എണീറ്റിട്ട് റൂം ടൂർ നടത്തായിരുന്നു. കാരണം ഇന്നലെ ഒന്നും ചെയ്തില്ലല്ലോ. താമസിച്ച സ്ഥലമൊക്കെ കാണിക്കുകയായിരുന്നു. എങ്ങനെയാണ് എന്താ അവസ്ഥ എന്നുള്ളത്. എന്താ പരിപാടി ഇപ്പൊ ഇന്ന്? നമ്മള് നേരെ സോഫ. അല്ല, ഭക്ഷണം കഴിക്കണ്ടേ? അതല്ലേ ഫസ്റ്റ്. ഇഡലി, ചമ്മന്തി, വട, സാമ്പാർ. അത് കഴിഞ്ഞ് കേറി വാ. അടുത്ത ബീച്ച്. കേറി വാ. ബീച്ചിൽ പോകുന്നുണ്ടോ ഇന്ന്? അല്ല, ബീച്ചിന് സൈഡിൽ കൂടെ. ബീച്ച് ഇവിടെ എവിടെ തിരിഞ്ഞാലും ബീച്ചല്ലേ. ബീച്ച് വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള വസ്ത്രം എടുക്കണം. അതാ ചോദിച്ചത്. വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ചെരുപ്പ് സാധനങ്ങളൊക്കെ. ഒരു മിനിറ്റ്, ഇവിടെ കുറെ കൃഷിയൊക്കെ കാണാം. ഞാൻ നോക്കിയിട്ട് വരട്ടെ. ഇവിടെ എല്ലാവരും കൃഷിക്കാരാണല്ലോ. ഹേയ്, വാഴ. എല്ലാവരും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇച്ചിരി സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തൂമ്പ എടുത്ത് ഇറങ്ങുമോ കളയാൻ? ശരിക്കും ഇൻക്ലൂഡിംഗ് ദ പ്രൈം മിനിസ്റ്റർ. വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ ഫാമിലി സ്പെൻഡ് ചെയ്യുന്നത് വളരെ അഭിമാനത്തോടെ പറഞ്ഞു. കൃഷി വളരെ അഭിമാനത്തോടെ കാണുന്നത്. എല്ലാവരും പറഞ്ഞു ആ വെളിയിൽ ബാക്ക് വാട്ടർമെലോൺ ഉണ്ട്, പംകിൻ, ഇതെല്ലാം തരും. എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇതാണ് നമ്മൾ ഇന്നലെ നമ്മൾ താമസിച്ച വീട്. ഇന്നലെ ഞങ്ങൾ രാത്രി നല്ല അടിപൊളി ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കിയായിരുന്നു. ചിക്കൻ കറി പക്ഷെ അവന്റെ മുഖം ഇന്നലെ അത്ര ശരിയായിരുന്നില്ലല്ലോ. സയൻസ് ഫെയറിന് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. ഓ, അത് ശരി. അതിനെ പറ്റി ആരെയും പൊക്കിയടിക്കരുത്. ഓപ്പോസിറ്റാ. നമുക്കെല്ലാം ഇഷ്ടമുള്ള കാര്യമാണ്. നമുക്ക് സ്വയം അങ്ങോട്ട് തള്ളുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ മോന് അത് ഇഷ്ടമല്ല. ഇതാണ് ജനറേഷൻ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ ഞങ്ങളിവിടെ കുക്കൊക്കെ ചെയ്തു, പാചകം ചെയ്തു. അപ്പോൾ അതിൻ്റെ തിരക്കായതുകൊണ്ട് വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല. ഞങ്ങൾ ചോറുണ്ടാക്കി, പിന്നെ ടോർട്ടില റാപ്പ് വാങ്ങിച്ചിട്ട് വന്ന് ചപ്പാത്തി ആയിട്ട് ഞങ്ങൾ കഴിച്ചു. ചിക്കൻ കറി ഉണ്ടാക്കി. സോ അതൊക്കെയാണ് ഇന്നലെ സംഭവിച്ച കാര്യം. അപ്പോൾ ഞാൻ എൻ്റെ ബീച്ചിലിടാനുള്ള നിക്കറും ചെരുപ്പും കൂടെ എടുത്തിട്ട് വരാം. ബാക്കിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു എൻ്റെ ബെഡ്റൂം. നല്ല ഞാൻ എവിടെയാണ് താമസിച്ചത്. നല്ല ശരിക്കും ഒരു നല്ല നമ്മുടെ നാട്ടിലേക്ക് ഉള്ള പോലെ തന്നെ ഒരു സാധാരണ നമ്മുടെ നാട്ടിലെ പോലെയുള്ള വീട്. ഫർണിച്ചേഴ്സ് ആണെങ്കിലും എല്ലാം ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ നാട്ടിൽ സാധാരണ നമ്മൾ വാങ്ങിച്ചിടുന്ന പോലെ തന്നെ മേശയും പിന്നെ കട്ടിലും ബാക്കിയുള്ള പരിപാടികളും അതൊക്കെ തന്നെയാണ്. രാവിലെ സിബിച്ചേട്ടൻ്റെ വീട്ടിൽ ഇഡലി, നല്ല ചൂട് ചായ, പിന്നെ സാമ്പാർ, ചമ്മന്തി, വടയുണ്ടോ? എനിക്ക് വയ്യ. അടിപൊളി നല്ല ഉഴുന്ന് വട. എന്തൊക്കെ വേണം പിന്നെ? വേറെ എന്നാ ഉണ്ട്? ഇനി ദോശ ഇടുന്ന കണ്ടായിരുന്നല്ലോ. ദോശയുണ്ട്. നൈസ്. താങ്ക് യു സോ മച്ച് സിബി ചേട്ടാ. താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ഫുഡ്. ഓക്കെ, പൊങ്ങച്ചങ്ങാടിക്കുള്ള അവസരമായിട്ട് ഇത് കണ്ടെന്ന് വിചാരിക്കരുത്. പൊങ്ങച്ചമല്ല, ഇതൊക്കെ ഒരു സന്തോഷം കൂടെ ആണല്ലോ. ശരി. അപ്പൊ ഒന്ന് എന്റെ മകന് ക്രിസ് ഗെയിൽ കൊടുത്താണ്. ക്രിസ് ഗെയിൽ സൈൻ ചെയ്ത് കൊടുത്ത. ഓക്കെ, ഫോട്ടോ. ശരി. സോറി, ഫോട്ടോ അല്ല, ബാറ്റ്. ഓക്കെ. ഇത് ഷക്കീബ് അൽ ഹസൻ, ബംഗ്ലാദേശിലെ ക്യാപ്റ്റൻ. ഓക്കെ. ഇത് വിരാട് കോഹ്ലി, KL രാഹുൽ. പിന്നെ മൂന്നാമത്തെ ആളത്തെ പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, പേര് കിട്ടുന്നില്ല. ശരി. അപ്പൊ ഈ ബാറ്റൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് സൈൻ ചെയ്ത് വാങ്ങിക്കല്ലേ? അടിപൊളി. ഓക്കെ, തീർന്നില്ല. ഇതാണ് ഏറ്റവും പ്രായമായിട്ടുള്ളത്. ഈ സിഗ്നേച്ചർ കണ്ടിട്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഈ സഞ്ജു. ഓക്കെ, വെരി ഗുഡ്, നൈസ്. ഇനിയുണ്ട്, പക്ഷെ കുറച്ചൊക്കെ നാട്ടിലായിട്ട് ഓരോ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ ഇതെല്ലാം നാട്ടിൽ വെക്കും. ഓക്കെ. സഞ്ജു സാംസൺ തന്നെ ഒരു സാധനം കൂടെ ഉണ്ട്, പക്ഷെ എടുത്തോണ്ട് വരേണ്ടി വരും. എടുത്തോണ്ട് വരാം. എന്താ പറയാം? ചെറിയ സസ്പെൻസ് ഒന്നും അല്ല, ഇതൊക്കെ എന്റെ സന്തോഷമാണ് കേട്ടോ. പൊങ്ങച്ചമെന്ന് പറഞ്ഞെങ്കിലും പൊങ്ങച്ചം പ്ലസ് സന്തോഷം. ഓക്കെ, പോരാ. ഓക്കെ. ഇതെന്തുവാ, പെട്ടിയോ? ഈ പുള്ളിയുടെ പെട്ടിയാണോ? ഇപ്പോഴും ഞാൻ ഇതുകൊണ്ട് ട്രാവൽ ചെയ്യുന്നത്. എന്ത് സാധനം?
പുള്ളിയുടെ ടാഗ് ആൾക്കാര് എനിക്ക് പുള്ളിയുടെ പെട്ടിയായിരിക്കും. പെട്ടിക്കെങ്കിലും സഞ്ജു സാംസൺ എന്നുള്ള ട്രീറ്റ്മെന്റ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം BCCI എന്നൊക്കെ പറഞ്ഞിട്ടാകണ്ടല്ലോ. അല്ല ഇത് ആരുടെ പെട്ടിയാ? സഞ്ജുന്റെ പെട്ടിയാണ്. വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോ പുള്ളി പെട്ടിയും പുള്ളിയുടെ ജേഴ്സിയും പുള്ളിയുടെ ബാറ്റും പിന്നെ പുള്ളിയുടെ അൻസാരികളെല്ലാം കൂടെ ഇരിക്കുന്ന ഒരു സന്തോഷത്തിന് ഒരു ബാറ്റ് സൈൻ. പക്ഷെ ബാറ്റ് ബാർബോസിലിരിക്കും. ശരി. പെട്ടി ഞാനൊരു നല്ല ഓർമ്മയില്ല. പെട്ടി ഒരു സുവനീർ ആക്കി വെച്ചു. സഞ്ജുവിന്റെ പെട്ടി സുവനീർ ആക്കി വെച്ചു. അല്ല ഞാൻ ചോദിച്ചോട്ടെ, സഞ്ജു അടുത്തുള്ള നാട്ടിൽ വരുമ്പോ കൊണ്ടുവരണം പറഞ്ഞിട്ട് തന്ന പെട്ടിയല്ലല്ലോ. അറിയാൻ പറ്റത്തില്ല നാട്ടിൽ ചെല്ലുമ്പോഴേ പെട്ടി കൊണ്ടുവന്നു. പക്ഷെ എന്നാലും അതൊരു സന്തോഷമായിരുന്നു. കുറെ സാധനങ്ങളില്ലേ. ഇതൊരു പ്രൈസ്ലെസ് ആണ് പെട്ടിയുടെ വില. പെട്ടിക്കകത്ത് വില ഉണ്ടായിരുന്നു. പിന്നെ പെട്ടിക്കകത്ത് പുള്ളിയുടെ ജേഴ്സി ആണോ? ഒരു ഫുൾ ലോഡ് പെട്ടിയാണ് തന്നത്. വെറുതെ ഒരു പെട്ടി മാത്രമല്ല. ഓക്കെ. പുള്ളിയുടെ ബാറ്റ്, പുള്ളിയുടെ ഒരു ബാറ്റ്. സഞ്ജു വളർന്ന് ഇനിയും വലിയ ആളായി കഴിയുമ്പോൾ, ഇപ്പൊ ഓൾറെഡി വലിയ ആളാണ്. സഞ്ജു വളർന്ന് ഇനിയും വലിയൊരു ഇതിഹാസമായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ സാധനം ലേലം ചെയ്യാം. അതൊരു നല്ലൊരു ഐഡിയ അല്ലേ? അല്ലേ? അല്ല മ്യൂസിയത്തിൽ വെക്കാം. അല്ല പക്ഷെ എനിക്കിത് പ്രൈസ്ലെസ് ആണ് ഞാൻ പറഞ്ഞത്. അതാ പറഞ്ഞത്, മ്യൂസിയത്തിൽ വെക്കാം. നമുക്കൊരു മ്യൂസിയം തുടങ്ങാം. ഇതെല്ലാം കൂടെ കുറെ അനുസരിച്ചായി. അതെ. പിന്നെ കുറെ സാധനം കേരളത്തിലുണ്ടെന്നല്ലേ പറഞ്ഞത്. സംഭവം ശരിക്കും ഇരിക്കും. ഇതിനകത്ത് പലർക്കും ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും ഒരു സംഭവം ഉണ്ടാവും. ഇതെങ്ങനെയാണ് ഒരു ക്രിക്കറ്റ് ഭ്രാന്ത് കൊണ്ട് തുടങ്ങിയ പരിപാടിയാണോ, എന്താ സംഭവം എന്നുള്ളൊരു സംഭവം ഉണ്ടാവും. നമ്മൾ കുറച്ച് പറഞ്ഞു, എന്നിരുന്നാലും പറഞ്ഞു ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്. ഞാനിവിടെ വന്നപ്പോഴേ ഞാൻ ഇവിടുത്തെ ക്രിക്കറ്റ് ടൂർണമെന്റിൽ ആദ്യം വോളണ്ടിയറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ മീഡിയ വരുമ്പോൾ മീഡിയയുടെ വോളണ്ടിയറായി. പിന്നെ അങ്ങനെ കളിക്കാരെ പരിചയപ്പെട്ട് ക്രിക്കറ്റ് അസോസിയേഷൻ വന്ന് ഞാൻ സെന്റ് ലൂഷ്യ നാഷണൽ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ട്രഷറാണ്. അല്ലാതെ ഇവിടെ സെന്റ് ലൂഷ്യ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞൊരു ടൂർണമെന്റ്. അതിൽ എൻ്റെ ബ്രദറിന്റെ ടീമുണ്ട്, നാരായൺ സ്വാമിയാണ് എൻ്റെ ക്യാപ്റ്റൻ. ഞാൻ ആ ടീം മാനേജ് ചെയ്തു. അപ്പോൾ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വന്ന് ഇപ്പോൾ വേൾഡ് കപ്പ് വന്നപ്പം ഇന്ത്യ അമേരിക്കയിൽ വെസ്റ്റ് ഇൻഡീസിൽ കളിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കാൻ ഒരാളാണ് വേണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഇന്ത്യ ടീമിൻ്റെ കൂടെ അപ്പോയിൻമെന്റ് കിട്ടുന്നത്. ശരി. വേറെ ടീം ഞാൻ പറഞ്ഞില്ല, ബംഗ്ലാദേശിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ബംഗ്ലാദേശ് എയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, സൗത്ത് ആഫ്രിക്കയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കരീബിയനിൽ ഏതെങ്കിലും ഒരു ഫോറിൻ ടീം വന്നാൽ there is a high probability that I get a chance. Okay. മലയാളി എന്നുള്ള രീതിയിൽ what is your opinion about സഞ്ജു സാംസൺ? സഞ്ജു സാംസനെ കുറിച്ച് പറഞ്ഞാലേ പറഞ്ഞ് തീരത്തില്ല. അത് രസം. എനിക്ക് സഞ്ജു സാംസണ് ഒരു മികച്ച കളിക്കാരനേക്കാൾ സഞ്ജു സാംസൺ ഓരോ ദിവസവും ഒരു മികച്ച വ്യക്തിയാവാനുള്ള ശ്രമമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല ഒരുപാട് വാല്യൂസ് ഉള്ള ഒരു മനുഷ്യൻ. ഒരു എക്സാമ്പിൾ പറഞ്ഞാലേ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലുള്ള എല്ലാവരുടെയും മുറിയിൽ പോകേണ്ടി വന്നിട്ടുണ്ട് പല ആവശ്യങ്ങൾക്കായിട്ട്. എല്ലാവരുടെ പെട്ടിയും കണ്ടുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ പുസ്തകം വായിക്കുന്ന ഒരാളേ ഉള്ളൂ, സഞ്ജു സാംസൺ. സഞ്ജു സാംസന്റെ ഹാൻഡ് ബാഗ് വന്നപ്പോൾ അതിനകത്തൊരു 4-5 പുസ്തകങ്ങൾ ഇരിപ്പുണ്ട്. അത് പൊതുവേ ക്രിക്കറ്റ് കളിക്കാൻ അങ്ങനെ പുസ്തകം വായിക്കുന്നവരല്ല. പിന്നെ ഞാൻ സഞ്ജു സാംസന്റെ കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത്, പുള്ളി എപ്പോഴും ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ പുലികളോടല്ല, വലിയ പുള്ളിയേക്കാൾ വലിയ മനുഷ്യരോടല്ല. ഇപ്പോൾ നമ്മളൊരു നെറ്റിൽ പ്രാക്ടീസ് ചെന്നാൽ ആ പ്രാക്ടീസിന് വരുന്ന ബൗളർമാർ അവർ വന്ന് വെച്ചാൽ സംസാരിക്കും. എപ്പോഴും സാധാരണക്കാരുമായിട്ട് സംസാരിക്കുകയും അവരുമായിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൊരു സ്പെഷ്യൽ എഫേർട്ട്. ഞാനിപ്പോൾ അതൊക്കെ നോട്ടീസ് ചെയ്തു. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് ഇഷ്ടം തോന്നുന്ന കാര്യമാണ്. ഓക്കെ, നമുക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു ടോപ്പിക്കിനെ പറ്റി വിശദമായിട്ട് നമുക്കൊരു പോഡ്കാസ്റ്റ് ചെയ്യാം. അല്ലേ? ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനോടൊപ്പം വേൾഡ് കപ്പ് സമയത്ത് കരീബിയൻ യാത്രയുടെ ഓർമ്മകൾ. കരീബിയൻ അമേരിക്കനുണ്ട്. അല്ല, ഇത് പറയാൻ പറ്റും. സഞ്ജു സാംസനെ കുറിച്ച് പറയാൻ എനിക്ക് വേറെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ പെട്ടെന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ അങ്ങ് പറയുന്നുണ്ട്. ഒരു കളിക്കാരനേക്കാൾ ഉപരി എനിക്ക് സഞ്ജു സാംസൺ എന്നുള്ള വ്യക്തിയോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ എല്ലാ കളിക്കാരും നമ്പർ മാറും. എപ്പോഴും ഒരു 3 മാസം കൂടുമ്പോഴും 4 മാസം കൂടുമ്പോഴൊക്കെ ഇവരുടെ നമ്പർ മാറും. അപ്പോൾ സഞ്ജുവിൻ്റെ നമ്പർ മാറിയത് എനിക്ക് വേറെ ആക്സസ് ഉണ്ട്, ചോദിച്ചാൽ കിട്ടുക. ഞാൻ ചോദിച്ചില്ല. ഋഷഭ് പന്തിൻ്റെ ഷെഫ് മലയാളിയാണ്. ഋഷഭ് പന്തിന് നേരത്തെ ഷെഫ് ഉണ്ടായിരുന്നു, ജീതിൻ എന്ന് പറയും. പുള്ളി ഇപ്പോൾ തിരുവനന്തപുരത്ത്. ഒരു 3 ദിവസം മുമ്പ് പുള്ളി എന്നെ വിളിച്ചിട്ട്, അയ്യോ ചേട്ടാ ഞാൻ മറന്നുപോയി, സഞ്ജു ചേട്ടനെ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞായിരുന്നു നമ്പർ മാറി, ഇതാ പുതിയ നമ്പർ അയച്ചു തരണേ. അങ്ങനെ ഓർക്കുന്ന ഒരാളാണ്. അതെനിക്ക് ഒരു സഞ്ജു എന്നുള്ള വ്യക്തി ഇഷ്ടമെന്ന് പറഞ്ഞത്. നമ്മൾ ആ കുറേ ദിവസം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് ഓർമ്മയ്ക്ക് എന്നിട്ട് പുള്ളി ഓർമ്മയുണ്ട്. അപ്പോൾ നമ്പർ മാറുമായിരിക്കും, നമ്പർ മാറി. അപ്പോൾ പുള്ളി പ്രത്യേകം ഇതിനോട് പറഞ്ഞു നമ്പർ മാറി. പക്ഷെ ആ നമ്പർ കിട്ടിയപ്പോൾ എൻ്റെ അടുത്ത് പണ്ടുണ്ടായിരുന്ന നമ്പർ അത്. പക്ഷെ എന്നാലും സാപ്പി അങ്ങനെ പുള്ളി പറഞ്ഞു എന്നുള്ളത്. സൂഫ്രെ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ, സെയിന്റ് ലൂഷ്യ എന്ന് പറഞ്ഞ ഈ ഒരു രാജ്യത്ത് ഒരു മലയുടെ മുകളിലായിട്ടാണ് സൂഫ്രെ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഈ സൂഫ്രെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആക്റ്റീവായിട്ടുള്ള ഒരു വോൾക്കാനോ കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറാനായിട്ട്. $25 ഈസി അല്ലേ?
25 ഈസ്റ്റേൺ കാരിബിയൻ ഡോളർ കൊടുത്തിട്ട് വേണം നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വോൾക്കാനോ വേറെ ഒക്കെ ഇഷ്ടം പോലെ രാജ്യത്ത് കാണാൻ പറ്റത്തില്ലേ, ഇന്തോനേഷ്യയിൽ ഇല്ലേ എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്നാ ശിവചേട്ടാ? അതായത് ലോകത്തിലെ ഒരേ ഒരു ഡ്രൈവിംഗ് വോൾക്കാനോ, വണ്ടി ഓടിച്ചു പോകാൻ അടുത്ത് പോകാൻ പറ്റുന്ന ലോകത്തിലെ ഒരേ ഒരു വോൾക്കാനോയിലേക്കാണ്. പൊട്ടിത്തെറിക്കത്തില്ല, പൊട്ടിത്തെറിക്കൂ ഇല്ലെന്ന് അറിയാനുള്ള യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ഇൻഡീസ് ഇവിടെ സ്റ്റഡി നടത്തുന്നുണ്ട്. അവിടെ എല്ലാം പുകയുന്ന കാണാം, നമുക്കിവിടെ പല സ്ഥലത്തും പുകയുന്ന കാണാം. ഇവിടെ അനുബന്ധമായിട്ടുള്ള സൾഫർ ബാക്കിയുള്ള സംഭവങ്ങളും അതും ഇതൊക്കെയുള്ള പല പരിപാടികളുണ്ട്. അപ്പോൾ ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രാജ്യം തന്നെ ഉണ്ടായത് ബില്യൺസ് ഓഫ് ഇയേഴ്സ് അഗോ വോൾക്കാനോ ഇറപ്ഷനിലൂടെ ലാവ ഫോർമേഷൻ ഉണ്ടായിട്ടാണ് ഇവിടുത്തെ ഈ ഒരു ഐലൻഡ് തന്നെ ഉണ്ടായത് അല്ലേ? ഈ ഒരു രാജ്യം ഈസ്റ്റേൺ കരീബിയൻ മൊത്തം അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ചുണ്ട്. ഞാൻ പറയുന്നത് ഈ മണ്ണൊക്കെ എടുത്ത് സോയിൽ ടെസ്റ്റ് ഒക്കെ നടത്തിയാലും കിട്ടുന്നത് സൾഫറും ഫോസ്ഫറസും എപ്പോഴും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ നമ്മളെങ്ങനെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ വണ്ടി ഓടിച്ച് നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഓരോരോ സ്പോട്ടുകളുണ്ട്. നമ്മളിപ്പോൾ ഫസ്റ്റ് ഒരു സ്പോട്ടിലേക്ക് വണ്ടി നിർത്തി ഇറങ്ങി. ഇവിടെയൊക്കെ എല്ലായിടത്തും പബ്ലിക് ടോയ്ലറ്റും പരിപാടികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇവർ ഗൈഡുമാരുണ്ടാവും, ഇവരാണ് നമ്മളെ കൊണ്ടുപോയി കാണിക്കുന്നതും പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഹായ്, How are you? I'm good. How are you? I'm Sujit. Your name is? Sujit. Sujit. Yeah. What is your name? Angel. Angel. Oh, you're the Angel. Okay. Fine. It's a pleasure having you here. Yeah. So have you been to volcanoes before? Not exactly. Okay. Yeah, but I have seen the geothermal activities and places like this in Iceland. In Iceland you've been? Okay. Yeah. Okay, very Yeah. nice. So boiling water, something like that. Similar to- Yeah, okay. but I haven't. Iceland, you can see the plenty of volcanoes, but I've seen the lavas, but not the active volcano. Aha. Yeah, the broken lavas, the recently broken lavas. Yeah, that's it. Okay. So we are in the crater of the volcano right now. We're right in the middle of the crater. All of the walls surrounding us is the rim or the ridge of the crater. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ആക്റ്റീവ് വോൾക്കാനോ ആണ്. അതായത് പക്ഷെ നമുക്കിവിടെ ലാവ കാണാൻ പറ്റില്ല, പക്ഷെ ഇവിടെ കിലോമീറ്ററുകൾ താഴെ ഭൂമിക്കടിയിൽ തിളച്ച് കൊണ്ടിരിക്കുന്ന ലാവകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ആ ഒരു എഫക്റ്റായിട്ടാണ് നമുക്കിവിടെ ഈ കാണുന്ന ഈ ഒരു വാട്ടർ ബോയിലിംഗ് എഫക്ട്സും പിന്നെ പലതരത്തിലുള്ള ഗ്യാസുകൾ ഭൂമിക്കടിയിൽ നിന്ന് വരുന്നതും അങ്ങനെയുള്ള പല സംഭവങ്ങളും കാണുന്നത്. നമുക്കിവിടെ ഈ ഒരു പ്രദേശത്ത് നമുക്ക് കാണുന്ന തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് വീണ് കഴിഞ്ഞാൽ ലോബ്സ്റ്റർ പുഴുങ്ങിയെടുക്കുന്ന പോലല്ലേ, നമുക്ക് ചിക്കൻ പുഴുങ്ങിയെടുക്കുന്ന പോലെ നമ്മൾ അതിനകത്ത് കിടന്ന് പുഴുങ്ങിപ്പോവും. അത്ര ചൂടായിട്ടുള്ള വെള്ളമാണ്. ആ ചൂട് വെള്ളത്തിൻ്റെ ആവിയും പിന്നെ ഭൂമിക്കടിയിൽ നിന്ന് വരുന്ന സൾഫറും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ചെറിയൊരു അംശമേ ഉള്ളൂ, സൾഫറും ബാക്കിയുള്ള പല ഗ്യാസുകളും ഒക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം കാണാം. വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് വാം വാട്ടറാണ്. വാം വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്കിനും പണ്ട് കാലത്ത് ഇവിടുത്തെ ആളുകൾ കുളിച്ചുകൊണ്ടിരുന്ന കുറച്ച് സ്ഥലമൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഫ്രഞ്ചുകാരുണ്ടായിരുന്ന സമയത്ത് അവർ ഹോട്ട് സ്പ്രിംഗ് ബാത്തിന് വേണ്ടിയൊക്കെ നിർമ്മിച്ച ഒരു സ്ഥലമാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ചൂടുവെള്ളം ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമായി ഒഴുകി വരുന്നു. അതിനിടയ്ക്ക് നമുക്ക് പല സ്ഥലത്ത് കുമിളകൾ കാണാൻ സാധിക്കും, വെള്ളത്തിനുള്ളിലെ കുമിളകൾ. ആ കുമിളകൾ ഇങ്ങനെ വരുന്നത്, ബബിൾസ് ആയിട്ട് വരുന്നത് അതിൻ്റെ അടിയിൽ നിന്നും പലതരത്തിലുള്ള ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാകുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ആക്റ്റീവായിട്ടുള്ള ഇതുപോലത്തെ ജിയോതെർമൽ ലൊക്കേഷൻസ് ഭൂമിയിൽ പല സ്ഥലത്തുണ്ട്. അതിലേറ്റവും കൂടുതൽ ദ്വീപുകളുമായിരിക്കും. നമ്മൾ ഇവരോട് പെർമിഷൻ വാങ്ങിച്ചിട്ട് നമ്മളിവിടെ ഡ്രോൺ ഒന്ന് പറത്തി. ഡ്രോൺ പറത്തുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ ഒരു കിടന്ന് തിളയ്ക്കുന്ന ആ ഒരു സംഭവം നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നത്. നമുക്കിത് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണത്തില്ല, പക്ഷേ ഇത് ഒരു രക്ഷയില്ല, ഇങ്ങനെ തിളച്ച് മറിയുവാണ്. അതായത് എണ്ണ ഇങ്ങനെ കിടന്ന് തിളക്കത്തില്ലേ, അതേപോലെ കറുത്ത കളറിലെ വെള്ളമാണ്. ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് പൂൾ എന്നൊക്കെ പറയാം. ഈ കറുത്ത കളറിൽ ഇതിങ്ങനെ വരുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിനകത്ത് സൾഫറും പിന്നെ അതേപോലെ തന്നെ മറ്റ് കുറേ മിനറൽസും അങ്ങനെയുള്ള പല സംഭവങ്ങളും അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ആ ഒരു ബ്ലാക്ക് കളറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭയങ്കര രസം കേട്ടോ. രസം എന്ന് വെച്ചാൽ ഇതൊക്കെ ചിലപ്പം ഇനിയും അടുത്ത ഒരു ആയിരക്കണക്കിന് 10,000 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു മില്യൺസ് ഓഫ് വർഷങ്ങൾക്ക് ശേഷം എപ്പോഴെങ്കിലുമൊക്കെ പൊട്ടിത്തെറിക്കേണ്ട ഒരു വോൾക്കാനോ ആണ് ബേസിക്കലി ഇതിന് അകത്ത് ഇങ്ങനെ കിടന്ന് പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു പുകയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാം. ഭയങ്കര ഒരു എന്താ പറയുക ഒരു സംഭവമാണ്. ഇവിടെ ശരിക്കും ട്രിനിഡാഡിൽ നിന്നും ആളുകൾ വന്നിട്ട് അവർ ഇത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. കാരണം ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ മോണിറ്ററിങ് നടന്നില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമല്ലോ. അതപ്പം ഇത് എന്താണ് സംഭവിക്കുന്നത്, ഏത് രീതിയിലാണ് ഇത് പോകുന്നത് എന്നൊക്കെയുള്ള കറക്റ്റ് മോണിറ്ററിങ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതൊരു ഭയങ്കര ഒരു സംഭവമാണ്.
നമുക്ക് ഇത്രയും ഐസ്ലൻഡിൽ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത് ശരിക്കും എനിക്ക് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നത്. സംതിങ് ഡിഫറെൻറ്റ്. ഇവിടെ ആക്ച്വലി പണ്ട് ഇവിടെ നമ്മളെ വരുന്ന ആൾക്കാരെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് ഒരു മുട്ട പുഴുങ്ങിയും കിഴങ്ങ് പുഴുങ്ങിയൊക്കെ കാണിക്കുമായിരുന്നു പല ആൾക്കാരും. സോ അങ്ങനെ ഒരു ടൂർ ഗൈഡ്, ഇറ്റ്സ് അബൌട്ട് 40 years ബാക്ക്, 40 വർഷം മുമ്പ് ഗബ്രിയേൽ എന്ന് പറഞ്ഞൊരു ടൂർ ഗൈഡ് ഇവിടുത്തെ ആൾക്കാരെയും കൊണ്ട് അവിടെ മുട്ട പുഴുങ്ങി കാണിക്കാൻ പോയ സമയത്ത് പുള്ളി യാദൃശ്ചികമായിട്ട് അപകടകരമായ രീതിയിൽ ആ കുഴിക്കകത്തേക്ക് വീഴുകയും സെക്കൻഡ് ഡിഗ്രി ബേണിംഗ് അരയ്ക്ക് താഴേക്ക് ഉണ്ടാവുകയും പെട്ടെന്ന് പിന്നെ ആൾക്കാരൊക്കെ പൊക്കിയെടുത്തു. പക്ഷേ പുള്ളി സർവൈവ് ചെയ്തു. പക്ഷേ എന്നിരുന്നാലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അപകടം നടന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ടേക്ക് ആൾക്കാരെ കൊണ്ടുപോകാതെയായി. പക്ഷേ ഗബ്രിയേൽ മുട്ട പണിക്കൊണ്ടിരുന്ന ആ ഒരു സ്ഥലം ആണ് അവിടെ ഗബ്രിയേൽ ഹോൾ എന്ന് പറഞ്ഞ് കാണുന്നത്. വേറെ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യമല്ലേ, ഞാനും ഉദ്ദേശിച്ചായിരുന്നു. അത് കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് 2 പിള്ളേരുമായി. അതെ, ആർക്കെങ്കിലും അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അതെ, പുള്ളി മുട്ട പുഴുങ്ങി അവസാനം മൊത്തത്തിൽ പുഴുങ്ങിയ അവസ്ഥയായിപ്പോയി. അത് പറയുന്നില്ല. നമ്മളങ്ങനെ ആ ഒരു ആക്റ്റീവ് വോൾക്കാനോടെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടിറങ്ങി. ശരിക്കും പറഞ്ഞാൽ വോൾക്കാനോ പൊട്ടുക എന്നൊക്കെ പറയുന്നത് അത്ര ചെറിയ സംഭവമൊന്നും അല്ല കേട്ടോ. അത് ഭയങ്കര സംഭവമാണ്. നമ്മളതിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ ശരിക്കും കണ്ടത് ഐസ്ലൻഡിൽ പോയ സമയത്താണ്. അവിടുത്തെ വോൾക്കാനോ പൊട്ടി ലാവ ഒഴുകി ഒരു ഗ്രാമം മുഴുവൻ ഒഴിപ്പിച്ച സ്ഥലങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു വല്ലാത്തൊരു സംഭവമാണ്. അങ്ങനെ നമ്മൾ എവിടെ ഇറങ്ങാൻ പോകുന്നതെന്നറിയോ? മഡ് ബാത്ത്, സൾഫർ മഡ് ബാത്ത്, അല്ലെങ്കിൽ ഇവരുടെ ബ്ലാക്ക് പൂൾ എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്കാണ് ഇറങ്ങാൻ പോകുന്നത്. ഈ കാണുന്ന വണ്ടികളൊക്കെ ഇവിടെ ക്രൂസ് ഷിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്രൂസ് ഷിപ്പിൽ നിന്നുള്ള ആൾക്കാർ നിറച്ചിവിടെ ഉണ്ട്. സോ ഇവർ എല്ലാവരും കൂടെ ആയിട്ട് ഈ സ്ഥലം മൊത്തത്തിൽ ഭയങ്കര ഓളാന്ന് തോന്നുന്നു. അപ്പോൾ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡിയാവുകയാണ്. നോക്കട്ടെ ഇങ്ങനെ പരിപാടി. ചൂടുള്ളതായിരിക്കും അല്ലേ? ചൂടായിരിക്കും തോന്നുന്നു. പക്ഷേ എൻ്റെ അമ്മോ, ഇത് എന്നാ പരിപാടി ഇവിടെ? ഇതേപോലെ ആൾക്കാരുടെ കുളിച്ചും കാണാൻ വന്നാ ഇവിടെ അതാണല്ലോ മൊത്തം. ഓ എൻ്റെ പൊന്നെ, ഇത് കണ്ടോ? ജനക്കൂട്ടമാണ്, ജനസാഗരമാണ്. നോക്കി എന്നാ സംഭവം. നോക്കി ഇവിടെ ഞാൻ കാണിച്ചു തരാം എന്നാ പരിപാടി എന്നുള്ളത്. ഇത് സൺസ്ക്രീനൊക്കെ തേച്ചാണല്ലോ എല്ലാവരും ഇതിനകത്ത് ഇറങ്ങുന്നത്. അത് സൺസ്ക്രീൻ ആണോ? അല്ല. പിന്നെ അതെന്തോ അത്? സൾഫറോ? അതെടുത്ത് ദേഹത്ത് പറ്റും. അപ്പൊ വെള്ളത്തിൽ ഇറങ്ങാത്തവരാണോ തേക്കുന്നത്? കുറച്ച് പേര് വെള്ളത്തിലിറങ്ങും, കുറച്ച് പേര് വെള്ളത്തിലിറങ്ങിയിട്ട് അതുമായിട്ട് കയറി വരും. 2 കളറിലുണ്ട്, കറുപ്പുണ്ട്, തേച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഓ, ഇത് ഭയങ്കര ചൂടാന്ന് തോന്നുന്നു കേട്ടോ. 4 feet ആഴമുണ്ട് ഇതിനൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ആൾക്കാരൊക്കെ ഇവിടെ വെള്ളത്തിൽ കിടക്കുകയാണ് കേട്ടോ. അടിപൊളി. പക്ഷെ എൻ്റെ ദൈവമേ, പുള്ളി പോസ് ചെയ്യുക, പുള്ളി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്യാണ്. അടിപൊളി. എനിക്ക് തോന്നുന്നു ചൂട് കാരണം ആൾക്കാർ പലരും ഇതിനകത്ത് ഇറങ്ങുന്നില്ല, അവർ പുറത്ത് നിൽക്കുക. ഓ, ഒരു പുള്ളി ഇതിനകത്ത് മുങ്ങിക്കുളിക്കുന്നത്. ഇത് ശരിക്കും ഇത് കണ്ടില്ലേ, ഇതാണ് എല്ലാവരും അടുത്ത് ദേഹത്ത് വയ്ക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ അടുത്ത് എല്ലാവരും ദേഹത്ത് വയ്ക്കുകയാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. ആ കൊച്ചൊക്കെ ഇറങ്ങി കിടക്കുന്നുണ്ടോ? അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഇറങ്ങാവുന്നേ. ഇത് കപ്പലിൽ വന്ന ആൾക്കാരാട്ടോ മൊത്തം. കപ്പലിൽ വന്ന ആൾക്കാർ അവര് തമ്പിം കൈപ്പത്തിയൊക്കെ വെച്ചിട്ട് പലരും പല പല കലാപരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. നമുക്ക് അതാ കാണാൻ സാധിക്കുന്നത്. ഒരുത്തനവിടെ അത് കണ്ടു, ഒരുത്തനവിടെ അവൻ്റെ കാമുകിയുടെ ദേഹത്ത് അവൻ്റെ കൈപ്പാദങ്ങൾ സ്പർശിച്ച് പാടുണ്ടാക്കി പരിപാടികളാണ്, ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. ഇത് കൊള്ളാം കേട്ടോ. ഓരോ നാട്ടിലെ ഓരോരോ കലാപരിപാടികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ട് ഇവിടെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇപ്പോൾ ഇറങ്ങാൻ പോവാണ്. നോക്കട്ടെ എങ്ങനെയാ പരിപാടി എന്നുള്ളത്. വിഷ് മീ ലക്ക്, ഗുഡ് ലക്ക്. എന്നാ ചെയ്യുന്നത്? ബാർബിക്യൂ ഗ്രിൽ. ആഹാ, ഇതിപ്പോ ഞാനും വെള്ള മനുഷ്യനായി മാറും. ഈ വെള്ളക്കാരുടെ കൂടെ നിൽക്കുമ്പോഴത്തേക്കിനും നമുക്കും ഓവർ കുക്ക്ഡ് ആയിട്ട് തോന്നുന്നു. അല്ല, ഇച്ചിരി കളർ വേണ്ടേ? വീറ്റ് ബ്രെഡ്, വൈറ്റ് ബ്രെഡ്, വീറ്റ് ബ്രെഡ്. ഇപ്പോഴാണ് ശരിക്കും എല്ലാവരും വെള്ളക്കാരായത്. ഈ കഴിഞ്ഞ് കുളിക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ അല്ലേ? ഉണ്ടെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഒരു ടാക്സി വിളിച്ചങ്ങ് വന്നാൽ മതി വീട്ടിലോട്ട്. ഈ കറുത്ത സാധനം കൈ വെക്കാനുള്ള അതെവിടെ കിട്ടുന്നേ? അല്ല, അത് വേറെ ബക്കറ്റിലുണ്ട്, വേറെ ബക്കറ്റ് ഇരിപ്പുണ്ട്. ഇപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ ഇതിനകത്ത് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇത് നമ്മള് പുലികളി ഗൈസ്. ഇത് 6 pack ആയോ? തേച്ചു തരാൻ ആരെങ്കിലും ഇല്ലാത്തതിന്റെ വിഷമമുണ്ടോ? ഒറ്റയ്ക്കല്ലേ വേറെ ആരുമില്ല ഗൈസ്. 6 pack ആയില്ലല്ലോ മനുഷ്യന്റെ എന്തെന്ത്. അല്ല, എല്ലാവരും ഇത് തന്നെ പരിപാടി ഇവിടെ. ഇത് കൊള്ളാട്ടോ പരിപാടി. ഇതിങ്ങനെ നമുക്ക് നമ്മുടെ നാട്ടില് പല ചികിത്സകളുടെ ഭാഗമായിട്ട് ഇതുപോലെയുള്ള പല മഡ്ബാത്തുകളും നല്ല പൈസ വാങ്ങിച്ചിട്ട് ആൾക്കാർ ചെയ്യുന്നു. സോ ഇവിടെ നമുക്ക് ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. എത്ര ഫ്രീ ആയിട്ടല്ല, 25 ചെയ്യണം. വേറെ ആരും ചെയ്ത് അല്ല, വ്യത്യാസം. ആറ്റിലേക്ക് അച്ചുതാ ചാടല്ല ചാടല്ല.
ക്യാമറ ചാടുന്നില്ല, പറയാം ആറ്റിലേക്ക് അച്ചുതാ ചാടല്ല വീട്ടിലേക്ക് പൊയ്കയിൽ പോയി നീന്താം. ചാടുമ്പോ ക്യാമറ കൂടെ ചാടുകയാണെങ്കിൽ നല്ലതായിരുന്നു. നല്ല ചൂടുണ്ട് കേട്ടോ. സഹിക്കബിളാണ്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അൺസഹിക്കബിൾ ആവും. ഇത്ര ആഴമുണ്ട്. നമ്മള് ഹീറ്ററിലെ വെള്ളം ചൂടാക്കി കുളിക്കുന്നില്ലേ, അതിന്റെ കുറച്ചും കൂടെ ചൂട്. എനിക്ക് കൂട്ടാരും ഇല്ല. ശിബിച്ചേട്ടാ ചാട്, വാ. ചാട്. ഇതിനകത്ത് ഇറങ്ങി നിന്നിട്ടേ പരസ്പരം കെട്ടിപ്പുണർന്ന് വാരിപ്പുണർന്ന് കിസ്സടിക്കുക ആൾക്കാര്. നമ്മുടെ നാട്ടില് ആൾക്കാർക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റത്തില്ല, റോഡിൽ നിന്ന് മൂത്രം ഒഴിക്കാം. അതെ, അത് ശരിയാ. ഇത് കൊള്ളാട്ടോ പരിപാടി, ഇത് കൊള്ളാട്ടോ. ഗംഭീര എക്സ്പീരിയൻസ് ആണ്. സൺസ്ക്രീനൊക്കെ തേച്ചിട്ട് വന്നിട്ടേ കൊടും ചൂടില് ഈ ചെളിയിൽ ഇറങ്ങി, അത് കൊള്ളായിരുന്നു. ബ്രോ, സൺസ്ക്രീൻ വാട്ടർ റെസിസ്റ്റന്റ് ആണ്. ആണോ? നമ്മള് സൺസ്ക്രീൻ തേച്ചിട്ട് ബീച്ചിൽ പോയി വെള്ളത്തിൽ ഇറങ്ങത്തില്ല ആൾക്കാര്, ഓക്കെ ഇല്ലേ? ഒരു പരിധി വരെയൊക്കെ വാട്ടർ റെസിസ്റ്റന്റ് ആണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ വെള്ളക്കാരൊക്കെ വന്ന് വെയിലത്ത് കിടന്ന് ഇതിനകത്തൊക്കെ ചാടിയാൽ അവർ ചുമക്കും, നമ്മൾ കറുത്തു പോകും. അതാണ് നമ്മുടെ ശരീരത്തിൻ്റെ വ്യത്യാസം. നമ്മൾ ബ്രൗൺ സ്കിൻ ആയതുകൊണ്ട് നമ്മൾ കറുപ്പിലേക്ക് മാവും. അവർ വെളുത്ത സ്കിന്നുള്ളവരായതുകൊണ്ട് അവർ ചുമന്ന് തൊടുത്ത് വരും. ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന ആൾക്കാരൊക്കെ ചുമന്ന് തൊടുത്താ പോകുന്നത്. ഒരു നീണ്ട നിര നിൽക്കുന്നതുണ്ടോ കുളിക്കാൻ വന്നപ്പോ വൈറ്റ് ബ്രെഡ് പോലെ ആയിരുന്നു, ഇപ്പൊ വീറ്റ് ബ്രെഡ് പോലെ ആയി. 38 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ പൂളിലെ ടെമ്പറേച്ചർ. ഓരോ പൂളിലെയും ടെമ്പറേച്ചർ ഓരോ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. 38 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ആൾക്കാർ പേര് വെച്ചിരിക്കുന്നുണ്ടല്ലേ. കൂടെ സിബിച്ചേട്ടൻ എന്റെ നെഞ്ചത്ത് എന്തെങ്കിലും എഴുതി തരേണ്ടതായിരുന്നു എന്റെ പുറകിൽ. ആൾക്കാർ തെറ്റിദ്ധരിക്കും നിങ്ങളുടെ ഓ, അത് ശരിയാ. ഇവരെല്ലാം കപ്പിൾസ് ആണ് ഗൈസ്. എന്നാ ചെയ്യാനാ, അതിനിപ്പോ ഞാനാണല്ലേ വെറുതെ പേരുദോഷം ഉണ്ടാക്കി വെക്കുന്നത്. അതെ. ആ, സാരമില്ല, പോട്ടെ. ഞാൻ ഉടങ്ങാൻ വേണ്ടി വെയിലത്ത് നിൽക്കാന്ന് കരുതി കയറി വന്ന് നിന്നപ്പോഴത്തേക്കിനും സൂര്യന്റെ കാർമേഘത്തിന്റെ പുറകെ പോയി ഒളിച്ചു. എന്നാ ചെയ്യാനാന്ന് നോക്കിയേ. ഇതെന്തോന്ന് സ്ഥലം ഇത്? എന്റെ അമ്മ, ഒരു മല. ആ മല എന്ന് പറയുമ്പം മല കുന്ന് എന്ന് പറയുന്ന പോലെ അസാധ്യ മല. എന്റെ പൊന്നെ, കീടില സ്ഥലം. ഞാൻ ഈ കരീബിയൻ യാത്രയിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഫ്രെയിമാണ് ഞാനിപ്പോൾ എൻ്റെ ഡ്രോൺ ക്യാമറയിലൂടെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്താണ് ശരിക്കും ഈ സാധനം എന്ന് പറഞ്ഞാൽ? ഇത് നമ്മളെപ്പോഴും പറഞ്ഞ പോലെ സെന്റ് ലൂഷ്യ ഉണ്ടായത് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അങ്ങനെ പൊട്ടിത്തെറിച്ചുണ്ടായ 2 കുന്നുകളാണ് ഇത്. ഒന്ന് ഗ്രോസ് പിറ്റോണും ഒന്ന് പെറ്റിറ്റ് പിറ്റോൺ എന്ന് പറയും. പെറ്റിറ്റ് പിറ്റോണാണ് പൊക്കം കൂടിയത് 771 മീറ്റർ. ഗ്രോസ് പിറ്റോൺ അതിപ്പുറത്ത് കാണുന്ന കുറച്ചുകൂടെ പൊക്കം കുറഞ്ഞിട്ടുണ്ട്. അത് ഗ്രോസ് പിറ്റോൺ, അത് 740 മീറ്റർ. ഇതാണ് സെന്റ് ലൂഷ്യയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഏറ്റവും ഇവിടെ ഇതിന്റെ പേരിലൊരു ബിയറുണ്ട്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ഭൂരിപക്ഷം വരുന്നതിന്റെ പേരിലാണ്. ഇതേപോലുള്ള സംഗതികൾ കരീബിയനിൽ പൊതുവെ കുറവാണ്. ഇത് മാത്രമല്ല, ഇതിന് വേറെ പ്രത്യേകതയുണ്ട്. മറ്റേ യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈനായിട്ട് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്ത ഏരിയ. അതിന്റെ സൈനയുടെ പുറത്തിരിപ്പോ നമുക്ക് കാണാം. ഇത് മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇതിനകത്ത് ഹൈലൈറ്റ് എന്താണെന്നറിയാവോ? ആ വെള്ളത്തിന്റെ കളർ, നീലയും പച്ചയും നീലയും വെള്ളയും, നീല പച്ച നീല വെള്ള കോമ്പിനേഷൻ. വെള്ളത്തിന്റെ കളറ്, പിന്നെ ആ മേഘങ്ങളില്ലാത്ത ഒരു സ്കൈയും കൂടെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ അത് വേറെ ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു ഒരു വിഷ്വലായിരുന്നു. ശരിക്കും നമ്മൾ തായ്ലൻഡിൽ നമ്മൾ ഫുക്കറ്റും അതേപോലെ തന്നെ ക്രാബി അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോഴത്തേക്കിനും ഇതുപോലെയുള്ള ധാരാളം ലൈം സ്റ്റോൺ മലകൾ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയാണ് നമുക്ക് ബേസിക്കലി ഇവിടെ കാണാൻ സാധിക്കുന്ന ഈ ഒരു മല എന്ന് പറയുന്നത്. ആ കാണുന്നതാണ് നമ്മൾ ഇപ്പം പറഞ്ഞ 2 മല എന്ന് പറയുന്നത്, അല്ലേ? ഓക്കെ. ശരിക്കും ഇതൊക്കെ മറ്റേ വോൾക്കാനിക് ഇറപ്ഷനിൽ സംഭവിച്ച കാര്യങ്ങളാണ്, പ്രകൃതിയുടെ ഓരോരോ വരദാനങ്ങളാണ് എന്ന് പറയുന്നത്. ഇറ്റ്സ് നൈസ്. ആണോ? ശരിക്കും ഉണ്ടല്ലോ, ഈ ഒരു സ്ഥലം ഇവരൊരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായതുകൊണ്ടാണ്. ഇതിങ്ങനെ റോഡിലൂടെ പോകുമ്പോഴത്തേക്കിനും നോക്കിക്കഴിഞ്ഞാൽ ഇതൊരിക്കലും മനസ്സിലാവില്ല. ആ സ്ഥലത്തിൻ്റെ ബ്യൂട്ടി കണ്ട് മനസ്സിലാക്കണമെങ്കിൽ ഒന്നുകിൽ ബോട്ടിൽ കടലിൽ കൂടെ പോകണം, ഇല്ലെങ്കിൽ ഡ്രോൺ പറത്തി നോക്കണം. എന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഞാൻ ഇവിടെ നിന്നിട്ട് ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഡ്രോൺ പറത്തിയിട്ടാണ് ആ സ്ഥലത്തിൻ്റെ വിഷ്വൽ എനിക്ക് പകർത്താൻ പറ്റിയത്. നമുക്ക് ഈ കാണുന്നത് സൂഫ്രെ എന്ന് പറഞ്ഞ ഒരു ടൗണാണ്. സൂഫ്രെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഫ്രഞ്ച് വേർഡാണ്. സൾഫർ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് സൾഫറിൻ്റെ ഗന്ധമുള്ള സ്ഥലം എന്നാണ് ശരിക്കും സൂഫ്രെ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഒരു സൂഫ്രെ എന്ന് പറയുന്ന ഇവരുടെ ഈ രാജ്യത്തെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു
കോസ്റ്റൽ ഒരു പട്ടണമാണ് ഈ കാണുന്നത്. കടൽ തീരത്ത് മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങൾ ഇങ്ങനെ ആ മലകളുടെ താഴ്വാരത്തായിട്ട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കിടില സ്ഥലം. താഴെ ചെറു ബോട്ടുകളും യോട്ടുകളും അങ്ങനെ പല സംഭവങ്ങളും ഇങ്ങനെ കിടക്കുന്നത് കാണാം. സൂഫ്രയായിരുന്നു ഒരു കാലത്ത് സെന്റ് ലൂസിയുടെ ക്യാപിറ്റൽ. ഓക്കെ, ബ്രിട്ടീഷുകാരെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് സൂഫ്രയായിരുന്നു ക്യാപിറ്റൽ. കാരണം ഈ സൾഫർ എക്സ്പോർട്ട് ചെയ്യുന്ന സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്തൊക്കെ ഈ സൾഫർ സ്പ്രിങ് നമ്മൾ വോൾക്കാനോ വലിയ റോള് ചെയ്തതാണ്. അവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന സൾഫർ വെച്ചാൽ അന്ന് വെടിക്കോപ്പുകളൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു സ്ഥലമാണ് സൂഫ്ര. ഇത് ക്യാപിറ്റലായിരുന്നു ഒരുപാട് വർഷം. പിന്നീട് ആ കസ്റ്റസിലോട്ട് മാറുന്നത്. വെരി ഗുഡ്. ഇവിടെ സെന്റ് ലൂസിയിലെ ഏറ്റവും ലക്ഷറി ഹോട്ടലുകൾ ബേസ് ചെയ്തിരിക്കുന്നത് സൂഫ്രയിലാണ്. സെന്റ് ലൂസിയിലെ ഏറ്റവും അട്രാക്ഷൻ ഉള്ളതെല്ലാം സൂഫ്രയിലാണ്. അങ്ങനെ നമ്മള് ആകാശത്തുനിന്ന് കണ്ട ടൗണിലേക്കാണ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത്. അല്ല, അത് ചെറിയൊരു സ്ഥലമാണെന്നല്ലേ ഉള്ളൂ. ഇത് മേളിൽ നിന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും അത് ഒരു ക്രൗഡഡ് ഏരിയ ആണെന്നുള്ള നമുക്ക് മനസ്സിലാവും. ഇത് കൊള്ളാലോ, ഒരു പഴയ ഒരു പള്ളിയാണല്ലേ അത്. ഒരു കാര്യം ശ്രദ്ധിച്ചില്ലേ, ഇവിടുത്തെ പള്ളിയുടെയും ബാക്കിയുള്ള ബിൽഡിങ്ങുകളുടെ പ്രൊപ്പോർഷൻ ഭയങ്കര വ്യത്യാസവും. പള്ളികളാണ് ഏറ്റവും വലിയ ബിൽഡിങ്ങുകൾ. അതായത് ഒരു ടൗണിലെ ആൾക്കാർ മൊത്തം ഇതായിരുന്നു. ഇവിടെ വെച്ചായിരുന്നു പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ക്രിമിനൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കുള്ള ക്യാപിറ്റൽ പണിഷ്മെന്റും ചെയ്യുന്ന ഒരു ഏരിയ ആയിരുന്നു. നല്ല തടി കൊണ്ടുണ്ടാക്കിയ കുറെ പഴയ വീടുകളൊക്കെ നമുക്ക് പല സ്ഥലത്ത്, വീടല്ല കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പലതും. ഇത് നമ്മൾ കരീബിയൻ രാജ്യങ്ങളിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ തടി കൊണ്ടുള്ള പരിപാടി എന്ന് പറയുന്നത്. പണ്ട് പോലെ പലക കഷ്ണങ്ങളും ബാക്കിയുള്ള പരിപാടികളും. പിന്നെ ഇവിടെ നമുക്ക് മുകളിൽ ഇങ്ങനെ വാർത്ത വീടുകളൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. അതെന്തായിരിക്കും ഒരു വാർത്ത വീടുകൾ പണിയാത്തെ? ഒന്ന് കൊളോണിയൽ ഡിസൈനുകൾ ചിലതൊക്കെ കാണുന്നത്. തടിയുടെ അവൈലബിലിറ്റി ഉണ്ട്. അപ്പൊ തടി വൈഡായിട്ട് അവൈലബിൾ ആയിരുന്നത് കൊണ്ട് അവർ തടിയിൽ കൺസ്ട്രക്ട് ചെയ്ത്. പക്ഷേ പുതിയ വീടുകളൊക്കെ കോൺക്രീറ്റിലാണ് വരുന്നത്. അത് മിക്കവാറും സെക്കൻഡ് ഫ്ലോർ തടിയിലായിരിക്കും ചെയ്യുന്നത്. മീനിങ് അതിന്റെ റൂഫ് എപ്പോഴും തടിയോ അല്ലെങ്കിൽ ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ ആയിരിക്കും. ഒരു സ്ട്രക്ചർ പണിഞ്ഞിട്ട്. ഇവിടെ ഒരു ബോട്ട് ജെട്ടിയുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് കമ്മിങ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. റെഡ് ഫ്ലാഗ് ഇവിടുത്തെ ലേബർ പാർട്ടിയുടെ ഫ്ലാഗാണ്. നമ്മൾ ഇടതുപക്ഷ പാർട്ടികളുടെ ഫ്ലാഗാണ്. പിന്നെ ഇവിടെ ഇലക്ഷനും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വരാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സംഭവങ്ങൾ ഇവിടെയുണ്ട്. പിന്നെ നമ്മുടെ രാജ്യത്തെ പോലെ അല്ല, ഇവിടെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ്. പ്രൈം മിനിസ്റ്റർ ആണ്. ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് ഇവിടെ. പക്ഷേ പ്രധാനമന്ത്രിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാം. ക്യാബിനറ്റ് പോലും അല്ല, പ്രധാനമന്ത്രിയുടെ ഒറ്റയ്ക്കുള്ള തീരുമാനമാണ് ഇലക്ഷന്റെ ഡേറ്റ് ഉള്ളത്. നമ്മുടെ നാട്ടിലെ പോലെ 5 വർഷമാണ് കാലാവധി. ചില കേസിൽ 5 വർഷം കഴിഞ്ഞ് 6 മാസം കൂടെ പോകാം. പക്ഷെ 6 മാസം കൂടെ കഴിഞ്ഞാൽ പാർലമെന്റ് വിളിക്കാൻ പറ്റത്തില്ല, ക്യാബിനറ്റ് മീറ്റ് ചെയ്യാം. മിക്കവാറും കേസിൽ 5 വർഷം വരെ വെയിറ്റ് ചെയ്യത്തില്ല. 5 വർഷത്തിന് 3-4 മാസം മുന്നേ തന്നെ ഇലക്ഷൻ പ്രിപ്പയർ ചെയ്യും. പക്ഷെ ഒരു കുഴപ്പമുള്ളത്, റൂളിംഗ് പാർട്ടിക്ക് എപ്പോഴും ഇലക്ഷൻ ഡേറ്റിന്റെ കാര്യത്തിൽ അപ്രധാനം ഉണ്ടാവും. കാരണം പ്രൈം മിനിസ്റ്റർ ആണല്ലോ തീരുമാനിക്കുന്നത്. 17 കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. 15 സ്ഥലത്തും വിജയിച്ചിരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഹലോ നമസ്കാരം, വെൽക്കം. ഹായ്, എന്താ പേര്? നെൽസൺ. ഹായ്, ആദ്യമായിട്ടാണ് ഞാൻ യൂണിഫോമിൽ കാണുന്നത്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? നമസ്കാരം. വൈഫാണോ? ശരി. ഇവിടെ വർക്ക് ചെയ്യണം. അപ്പൊ പിന്നെ ഞാൻ സൂപ്പർ ഹോസ്പിറ്റലിൽ. ഓക്കെ, നിങ്ങൾ എവിടെ നാട്ടില്? ഞാന് കണ്ണൂർ. ബെസ്റ്റ്. എന്താ നിങ്ങള് കറക്ഷൻ കൈക്കോസ് കണ്ട് തോമസ് ഉണ്ടല്ലോ, തോമസ് ഇവിടെ ഉണ്ടായിരുന്ന. തോമസിന് ഇപ്പോഴാണ് ഞങ്ങൾ ജീവനോടെ കാണുന്നത്. പിന്നെ ഏത് തോമസ്? ഒരു വീട്ടിലെ കാര്യസ്ഥൻ തോമസ് നെൽസന്റെ കൂടെ വർക്ക് ചെയ്താ. ആണോ? അപ്പൊ നമ്മൾ ഒരുമിച്ചിരുന്ന് കൂടിയ പുള്ളി ഞങ്ങൾക്ക് കരിക്കൊക്കെ എടുത്ത് തന്നായിരുന്നു. കളിയാക്കുന്നത്. പുള്ളി നല്ലൊരു എന്റർടൈനർ ആണോ? നല്ലൊരു എന്റർടൈനർ. നെൽസനായിരുന്നു പുള്ളിയുടെ സ്ഥിരം വേട്ടമൃഗം. ആണോ? പാവാ. വളരെ മനോഹരമായിട്ടുള്ളൊരു ബീച്ചിന് സമീപത്തുള്ള ഒരു മാർക്കറ്റ് അല്ലേ? പക്ഷെ എന്റെ അമ്മ, ഈ കടച്ചക്കയുടെ വലിപ്പം നോക്കിയേ. ദിസ് ഈസ് വെരി ബിഗ്. എന്റെ അമ്മോ, നാട്ടിൽ എന്ത് വില? നാട്ടിൽ പോലും ഇതിന് ഭയങ്കര വിലയാ. ഈ കടച്ചക്ക ഇവിടെ ഉണ്ടായതല്ല ആക്ച്വലി. ഈ കടച്ചക്ക ഒരു കഥ ഇച്ചിരി സമയം എടുക്കും പറയണം. താങ്കളാണോ കൊണ്ടുവന്നത്? അല്ല, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. അതായത് ഈ അടിമകളായിട്ട് ആൾക്കാരെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ അവർക്ക് പണിയെടുക്കണമെങ്കിൽ കാർബ് ഉണ്ടല്ലോ, അരി വെച്ച് ചോറ് ഉണ്ടാക്കി, ചോറ് ഉണ്ടായി വിടുക സമയം എടുക്കും. അപ്പൊ അവർക്കറിയാം ഇതിൽ ഒരുപാട് കാർബ് ഉണ്ട്. പക്ഷെ ഈ സാധനം ഇവിടെ ഇല്ല. ഇവിടുന്ന് ഒരു കപ്പൽ ഓസ്ട്രേലിയ വിട്ട് ഓസ്ട്രേലിയ കയറുന്ന ദാഹില ഐലൻഡ് എന്ന് പറയാനുണ്ട്. അവിടുന്ന് കൊണ്ടുവന്നതാണ് ഈ സാധനം. പല ദ്വീപുകളിലും ഉണ്ട് കേട്ടോ ഈ സാധനം. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ട് മാൽഡീവ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര കോമൺ ആണ്. ഈ കപ്പലില് വെള്ളം കിട്ടാതെ ആൾക്കാർ മരിച്ചിട്ടുണ്ട് ഇത് കൊണ്ടുവന്ന കപ്പലിൽ. ആണോ? കാരണം അതിനകത്തുള്ള വെള്ളം ഈ തൈകൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയുള്ളതാണ്. ഹൈ പ്രയോറിറ്റി ഇത് കൊണ്ടുവരാന്നുള്ളത്. ഓരോ ഐലൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. ഐറണി എന്ന് പറഞ്ഞാല് ഇപ്പൊ UK-ലേക്ക് കിട്ടുന്ന ബ്രെഡ് ഫ്രൂട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് കരീബിയനിൽ നിന്ന്. ആണോ? അത് ശരി. ഓക്കെ. അതേപോലെ മറ്റേ ചേമ്പല്ലേ ഇത്? എന്ത് ചേമ്പാ? എന്ത് സാധനം ഇത്?
ശരിക്കും ചേമ്പ് തന്നെ ചേമ്പ് തന്നെ അല്ലേ? ചേമ്പ് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ എന്റെ പൊന്നു, ഇത് അമ്മാതിരി ചേമ്പ്. ഇത് ശരിക്കും നമ്മള് ശരിക്കും കാച്ചിലുണ്ട് നമുക്ക്, പിന്നെ ഇത്രയും വലിയ ചേമ്പ് ഞാൻ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല കേട്ടോ. ദിസ് ഈസ് റിയലി ബിഗ്. സ്റ്റാപ്പിൾ ഫുഡ് ആണെന്ന് ഇത് മറ്റേ പൊട്ടറ്റോ അല്ലേ, മറ്റേ മധുരക്കിഴങ്ങ്, ഇഞ്ചി, അതിന്റെ പേരെന്താ? വാട്ട് ഈസ് ദിസ് ഫോർ? ഇസ് ദിസ് എ ഫ്രൂട്ട് ഓർ It's a fruit, sour soap. sour? It's not ripe Sour soap, yet. sour Sour soap. soap. Sour soap, okay. The name is just sour, but it's sweet. It's sweet. Yeah, Okay, ഇത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. it's not ripe. നമ്മുടെ ഈ കസ്കാർഡ് ആപ്പിൾ ഇല്ല, ആ സെയിം സംതിങ് ലൈക്ക് കസ്റ്റർഡ്. അതിന്റെ ഒരു ഓക്കെ. വർഗത്തിൽപ്പെട്ട. ഓ, ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഭാഗമാണല്ലോ ഈ കിഴങ്ങും കപ്പയും പിന്നെ കാച്ചില്, ചില ചേമ്പ്, എല്ലാത്തിന്റെ ഒരു ചെറിയ കഷ്ണം വെക്കും ലഞ്ചിന് കൂടെ. ചോറ് അതെ. ചിലപ്പോൾ അവക്കാഡോ കാണും, ബ്രെഡ് ഫ്രൂട്ട് പുഴുങ്ങിയത് ഒരു പോർഷൻ, ചേമ്പ് പുഴുങ്ങിയത്, ചേന പുഴുങ്ങിയത്, കാച്ചിൽ പുഴുങ്ങിയത്. ഭയങ്കരമായിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൽ പേരയ്ക്ക ഉണ്ടാവുന്ന പോലെയാണ് ഇവിടെ എല്ലായിടത്തും അവക്കാഡോ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള ഒരു രാജ്യം, ലോകത്തിൽ ഏറ്റവും കൂടുതലല്ല പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോഴേ. ഐലൻഡേഴ്സ് പല ഐലൻഡുകളിൽ പോയി കഴിഞ്ഞാലും ഐലൻഡേഴ്സിന്റെ ലൈഫ് കുറച്ച് അൺഹെൽത്തി ഹാബിറ്റ് ഉള്ളതാണ് പല സ്ഥലത്തും. ഞാനിനി പോകാൻ പോകുന്ന ചില രാജ്യങ്ങളുണ്ട്, അതായത് രാജ്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും അത് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, ആ രാജ്യങ്ങളിലെ പല ലൈഫും ഭയങ്കര പ്രശ്നമാണ്. അത് ഭയങ്കര ഫാറ്റായിട്ട്, ഓവർ വെയ്റ്റ് ആയിട്ട്, ഒബീസായിട്ട് പോകുന്ന കുറേ ആൾക്കാർ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുള്ള രാജ്യങ്ങളൊക്കെ നമ്മളിനി വരും ദിവസങ്ങളിൽ കാണാം. നമ്മൾ വണ്ടി മാറി. നെൽസൺ എന്ത് ചെയ്യും അവിടെ? ഞാൻ പേഴ്സണൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നത് ഇവിടെ ഒരു ജിമ്മിലോ? ഞാൻ ഹോട്ടലിൽ റിസോർട്ടിൽ വർക്ക് ചെയ്യുന്നു. ഓ, റിസോർട്ടിലോ? ഓക്കെ. നമ്മളെ താഴെ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇപ്പോൾ ഒരു മലയുടെ മുകളിലേക്ക് കയറി വന്ന് നമുക്കിവിടെ ഒരു മനോഹരമായിട്ടുള്ള വ്യൂ ഉണ്ടോ നോക്ക്. നമ്മൾ അവിടെ ആയിരുന്നു ഇത്ര നേരം ഉണ്ടായിരുന്നത്. നമ്മുടെ ആ ഒരു സോഫി ടൗൺ ആണ് ആ കാണുന്നത്. പിന്നെ അങ്ങ് ദൂരെ ആ ഭാഗത്ത് എവിടെയോ ആയിരുന്നു നമ്മുടെ വോൾക്കാനോ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മളിങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഈ ഒരു ഭാഗത്ത് വന്നു. എന്ത് ഭംഗിയാണ് നോക്ക്. ഈ കാണുന്ന ചുരം കയറിയാണ് നമ്മളിപ്പോൾ ഈ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുന്നത്. ആ ഒരു വ്യൂ പോയിന്റിൽ എല്ലാ വ്യൂ പോയിന്റുകളും നമുക്ക് ഇതുപോലെ വളരെ മനോഹരമായിട്ട് എന്താ പറയുക ഡിസൈനൊക്കെ ചെയ്ത് പബ്ലിക് ടോയ്ലറ്റും പിന്നെ ഇതുപോലുള്ള കടകളും ഒക്കെ ആയിട്ട് പാർക്കിംഗ് സ്ഥലങ്ങളൊക്കെ ആയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. That's not Spanish, that's Malayalam. We speak a different language. Yeah. ഇത് മധുരമാണോ അതോ മറ്റേ ഏത് പഴം? ഇത് ചെറുപഴമാണല്ലോ, മറ്റേ ചെറുപഴം മറക്കുന്നതാണോ? ഇത് തന്നെ ഞാൻ സ്പൈസ്ഡ് വേർഷനൊക്കെ കണ്ടായിരുന്നു പല സ്ഥലത്ത് പല രീതിയിലും. ഇത് ഞാൻ ഇവിടെ പോയപ്പം സെയിൻറ്റ് കിറ്റ്സിൽ പോയപ്പോൾ അവിടെ ഇത് വറുത്ത് ബ്രാൻഡ് ചെയ്ത് വെക്കുന്ന ഒരു മലയാളി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടായിരുന്നു. ഇവിടെ ഇത് മിക്കവാറും വരുന്നത് സൗത്ത് അമേരിക്ക ആണോ? ഇവിടെ ആൾക്കാർക്ക് ഡയറക്റ്റ് കഴിക്കുന്ന മാത്രമേ. ഓ ശരി. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ മാൻ, അടിപൊളി, നൈസ്. കിടിലില്ല കേട്ടോ, നല്ല കിടില വ്യൂ കേട്ടോ. നമ്മൾ ശരിക്കും നമ്മൾ കണ്ട മറ്റേ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് മലയല്ലേ രണ്ടെണ്ണം? അതെ. നമ്മൾ ആ മല ഇപ്പം പല സ്ഥലങ്ങളിൽ നിന്ന് കണ്ടോണ്ടിരിക്കുകയാണ്. സ്ട്രീറ്റ് കാണുന്നതിനേക്കാൾ കുറച്ചുകൂടെ ക്ലീൻ ആണ് ഇത്രയും ടൂറിസ്റ്റുകൾ. ഇപ്പം എനിക്ക് നമ്മൾ വന്ന സമയത്ത് ആരും ഇല്ലെന്ന് തോന്നുന്നു, പക്ഷേ നമ്മൾ അവിടെ കണ്ടവരൊക്കെ ഇവിടെ വന്നിട്ട് പോയി. കരീബിയൻ മൊത്തത്തിൽ നല്ല ക്ലീൻ ആണ്, നല്ല വൃത്തിയുള്ള സ്ഥലമാണ്. ഇവിടെ ശരിക്കും നമ്മൾ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. ചെറിയ സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിലും വളരെ വൃത്തിയുള്ള സ്ഥലമാണ്. ആകെ പ്രശ്നം എന്ന് പറയുന്നത് കൊതുകും പിന്നെ മറ്റേ ഫ്ലൈയും മാത്രമേ ഉള്ളൂ. ചൊറിച്ചിലാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ പിന്നെ ആ ഒരു സൾഫർ സ്പ്രിങ്ങിൽ ഇറങ്ങി കുളി കഴിഞ്ഞ് തിരിച്ചു കയറിയപ്പോഴത്തേക്കിനും എൻ്റെ ചൊറിച്ചിലൊക്കെ പമ്പ കടന്നു എന്ന് പറയുന്ന പോലെ കരീബിയൻ കടന്നു എന്ന് പറയാം. നമ്മുടെ നാട്ടിൽ DTPC എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, DTPC പ്രൊമോഷൻ. അപ്പൊ അതുപോലെ പ്രാദേശികമായിട്ട് ഇപ്പൊ ഈ ഏരിയ സൂഫ്രയാണ്, സൂഫ്ര ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അവരാണ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും. പിറ്റോൺ മാനേജ്മെന്റ്. പക്ഷേ DTPCക്ക് ഇതൊന്നും അറിയത്തില്ല. ഇല്ല, അത് അവരൊക്കെ ഈ നമ്മുടെ നാട്ടിലെ മന്ത്രിമാരും ഒക്കെ വിദേശ സന്ദർശനം നടത്തുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. എന്താ പറയുക, നമ്മുടെ നാട്ടിലെ വേറെ സ്ഥലത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇപ്പൊ സൂഫ്ര ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരാണ് ഇത് മൊത്തം മാനേജ് ചെയ്യുന്നത്. അവർ ഇവിടെ തന്നെ ബേസ് ചെയ്യുക. അതുകൊണ്ട് അവർക്ക് ഇത് മാനേജ് ചെയ്യാൻ ഈസിയാണ്. ഇവിടെ ക്ലീൻ ആണോ, ഇവിടെ ടൂറിസ്റ്റ് ഗൈഡുകളുണ്ടോ, ഇവിടെ ആൾക്കാർക്ക് വരുന്ന ടൂറിസ്റ്റ് സർവീസ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം അവർക്കുണ്ട്. DTPCയുടെ പല സ്ഥലങ്ങളിൽ കാട് പിടിച്ച് കിടക്കുക, അനാശാസ്യ കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ് പല സ്ഥലങ്ങളും. ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലയിലൊക്കെ ചില സ്ഥലങ്ങളൊക്കെ വൻ ശോകമാണ്. DTPC എന്നൊക്കെ പേര് മാത്രമേ ഉള്ളൂ. പറയുമ്പോൾ കേരള ടൂറിസം ഭയങ്കര സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ എന്താ ചെയ്യുക, പറയാം ഓരോന്നൊക്കെ. ഹൈലി എക്സ്പെൻസീവ് വ്യൂ ആണ്, ഭയങ്കര വ്യൂ ഉള്ള സ്ഥലം. നെൽസന്റെ വീടാണല്ലേ, നല്ല മീൻ മറക്കുന്ന മണമൊക്കെ വരുന്നുണ്ട്. വീട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു. എനിക്ക് കരീബിയനിൽ വന്നിട്ട് ഭക്ഷണത്തിനൊരു പഞ്ഞമില്ലല്ലോ. സിബി ചേട്ടാ,
എവിടെ പോയാലും ഭക്ഷണത്തിന് ഒരു പഞ്ഞമില്ലല്ലോ. നമ്മൾ കണ്ടല്ലേ പാലക്കാടൻ മട്ട റൈസ്. പാലക്കാടൻ മട്ട റൈസ്. ഞാൻ വീട്ടിൽ നിന്ന് ഒരു 5 കിലോ കുറച്ചിട്ടേ ഞാൻ വരുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാ. ലഗേജ് കുറയ്ക്കുന്നത് അടക്കം. ഇത് തിരിച്ചു പോകുമ്പോഴത്തേക്കും 5 കിലോ കൂടുതൽ ലക്ഷണമായി. ഇങ്ങനെ ശരിക്കും മീൻ മറക്കുന്ന വേണം. നാട്ടിന് മീൻ മറക്കുന്ന. അതെ, മത്തി വറുത്തത്. മത്തി വറുത്തോ? പിന്നെ ഇത് ഫുള്ള് ഫിഷിന്റെ പരിപാടികളാണല്ലോ. അടിപൊളി. ഇതെല്ലാം വേണ്ടാക്കിയതാ? അതെന്താ? പിന്നെ പറയും. മറന്നു വേണ്ട, സസ്പെൻഡ് അല്ല. ആമയോ? 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 ആ ശരി, ദൈവമേ, ആമയൊക്കെ എങ്ങനെ കഴിക്കുന്നേ? അടിപൊളി. ഇത് സാമ്പാറ്, പിന്നെ ഇത് ചീരത്തോരൻ, അതിന്റെ കൂടെ ആമ വറുത്തത്. ആമ വറുത്തത്. അല്ല, ആമ വറുത്തതോ? ആ, എന്താമേ അത്? ആണോ? അത് ശരി. നമ്മുടെ നാട്ടിൽ ആമ കഴിക്കാൻ പറ്റില്ലല്ലോ, ഇല്ലേ? ആണോ? നമ്മുടെ നാട്ടിൽ ആമ കഴിച്ച കേസല്ലേ? ഇവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലേ? അമ്മ പറഞ്ഞുണ്ട് ഇവിടെ മനുഷ്യനെ വെടിവെച്ച കേസില്ല, അന്നേരമാണോ ആമ? അമ്മയാള് കൊള്ളാലോ. അയ്യോ പറഞ്ഞി. അങ്ങനെ ഞാൻ കരീബിൽ ഇരുന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ആമയെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ആമ ഇറച്ചി എങ്ങനെയുണ്ടോ നോക്കട്ടെ. ആൾക്കാർ ഇവിടെ മൊത്തം ആമയായിരിക്കും കഴിക്കുന്നത്. 20 വർഷത്തിൽ ഞാൻ ആദ്യമായിട്ട് ആമ. ഇത് കൊള്ളാലോ. മോയിലിറച്ചി കഴിക്കുന്നവരുണ്ട്. ആണോ? അല്ലേ? ആ, മസാല ഉണ്ടായിരുന്നു. മസാലയുടെ ടേസ്റ്റ് ആണ്. എന്തോ അയ്യോ ശരിയാ, ഞാനല്ല ആമയും മോയിലും. അല്ല, അങ്ങനല്ല. ശരിക്കും എനിക്ക് മോയിലിറച്ചി കഴിക്കുന്ന പോലെ തോന്നി. ഞാൻ മോയിലിറച്ചി 2-3 നാളെ കഴിച്ചിട്ടുള്ളൂ. പക്ഷെ കൊള്ളാടോ. കൊള്ളാം. നല്ല പ്രിപ്പറേഷനും അടിപൊളിയുണ്ട്. ഞാൻ ആമയെ കണ്ടിട്ട് ഒരുപാട് നാളായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ബീച്ചിലേക്ക് വന്നതാണേ. നട്ടുച്ചക്കൊക്കെ വന്നാലേ ഇവിടെ ബീച്ചിൽ ആരെങ്കിലും കാണുള്ളൂ. സോ അതുകൊണ്ട് വന്നതാണ്. നല്ല അടിപൊളി ഒരു ബീച്ച്, കിടില സ്ഥലം. ഓ, ആരും ഇല്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ വെള്ളത്തിൽ. ഡ്രിങ്ക് എന്ത് രസമല്ലേ പിച്ചോൺ. ഈ അതായത് ഈ ഒരു നമ്മൾ കണ്ടില്ലേ മല, ആ മല എന്ന് പറയുന്നതാണ് ഈ മല. സോ ദിസ് മല ഈസ് ദാറ്റ് മല. സംഭവിക്കുന്നത് ആ മല അവിടെ തന്നെ നിൽക്കും, ഈ മല അവിടെ വയലിലോട്ട് പോകും. അതാണ് സംഭവം. ബീച്ചിൽ ഇറങ്ങുന്നോ? കഴിച്ച ചോറ് കുറച്ച് ദഹിപ്പിക്കാം. വെള്ളത്തിൽ ഇറങ്ങിയ കോസ്റ്റ്യൂം ഇല്ല, ചേഞ്ച് കോസ്റ്റ്യൂം ഇല്ല. ഷട്ടിപ്പുറത്ത് ഇറങ്ങണമെന്ന് അല്ല, ഇവിടെ ആരും നോക്കാൻ. അത് ഷട്ടി ഇട്ടെന്ന് ആര് പറഞ്ഞു? അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, അതിപ്പോ എന്റെ കുറ്റമല്ല. ഇല്ല, ഒരു കാര്യം ചെയ്യും, ഇവിടെ ന്യൂഡ് ബീച്ച് ഉണ്ടോ? ഇല്ല, നമുക്കൊരു ന്യൂഡ് ബീച്ച് ആക്കാം. അല്ല, നമ്മൾ ഇറങ്ങി ന്യൂഡ് ബീച്ച് ആക്കാം. അങ്ങനെ നമ്മൾ ചരിത്രം എല്ലായിടത്തും, എല്ലാ ഐലൻഡുകളിലും മിക്ക ഐലൻഡുകളും ഇവിടെ ന്യൂഡ് ബീച്ചസ് ഉള്ള ഐലൻഡുകൾ എന്ന് പറയുന്നത് പോർട്ടോറിക്കോ, പിന്നെ ഫ്രഞ്ചുകാരുടെ ഐലൻഡുകളിൽ ന്യൂഡ് ബീച്ചുകളുണ്ട്, പിന്നെ യൂറോപ്യൻസിന്റെ ഐലൻഡുകളിലൊക്കെ ന്യൂഡ് ബീച്ചുകൾ എല്ലായിടത്തും ഉണ്ട്. ഞാൻ 3-4 സ്ഥലങ്ങളിൽ പോയായിരുന്നു. ഈ പറയുന്നതിൽ കമ്പനിക്ക് ഉത്തരവാദിത്വമില്ല. അതെനിക്കില്ല, ഇവിടെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ എനിക്ക് അറിയത്തില്ല, തപ്പിയില്ല. നമ്മുടെ സെന്റ് ലൂഷ്യയുടെ സ്വന്തം പിറ്റോണ്. ആ പിറ്റോൺ കണ്ട് കുളിച്ചർമാദിക്കുന്ന പ്രമുഖ യൂട്യൂബറിനെയാണ് നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെന്റ് ലൂഷ്യയിലെ കടലിൽ ഇറങ്ങിയില്ല എന്നുള്ള ഒരു വിഷമ സിരിച്ചേട്ടന് വേണ്ടല്ലോ. വേണോ? അല്ല, ഒരിക്കലല്ല, സന്തോഷമായി അല്ലേ? സെന്റ് ലൂഷ്യയിലെ കടല് വളരെ മനോഹരമാണ്, അടിപൊളിയാണ് എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനല്ലേ? നമ്മൾ ജീവിക്കുന്ന രാജ്യമല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ആ രാജ്യത്തിനെ സ്നേഹിക്കണം. എന്നാലും വെയിലില്ലാത്തതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു വെള്ളത്തിന്. നിങ്ങൾ ഇറങ്ങാത്തത് ഭയങ്കര മോശമായിപ്പോയി. ഉണ്ടാവും. നമ്മളിവിടെ താമസിക്കുന്നതല്ലേ, എപ്പോൾ വേണേലും ഇറങ്ങാമല്ലോ. വണ്ടി നനയാതെ എന്തായാലും ചൂടുവെള്ളത്തിൽ കുളിച്ചു, തണുത്ത വെള്ളത്തിൽ കുളിച്ചു, കുളി നടന്നു. പ്രൈസ്ലെസ്. ഇവിടെയുണ്ട് കോഴി. അതെ ശിവചേട്ടാ, ഇവിടെ ഈ ഐലൻഡിൽ എവിടെ പോയാലും കോഴികളെ കാണാമല്ലോ. കോഴി ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്ന കാണാമല്ലോ. ഇതാരും വളർത്തുന്നൊന്നും അല്ലല്ലോ. കുറച്ച് വളർത്തുന്നവരുണ്ട്, കുറച്ചല്ലാതെ ഈ റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും. അപ്പൊ അവരിടക്കിടക്ക് എടുത്ത് കറി വെക്കുമോ? എടുത്ത് കറി വെക്കുന്നവരുണ്ട്, കറി വെക്കാത്തവരുണ്ട്. പക്ഷെ പൊതുവെ ആൾക്കാർ അങ്ങനെ കോഴിയെ വളർത്തുന്ന ഒരു ഹാബിറ്റ് ഇല്ല. വളർത്തുന്ന കോഴിയല്ല, മിക്കവാറും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നത്. ഇവ പിന്നെ ഭയങ്കര മുറ്റായിരിക്കും അല്ലേ? ഭയങ്കര മുറ്റ. മീറ്റ് വ്യത്യാസമുണ്ട്. നാടനല്ലേ? കുറച്ചുകൂടെ കട്ടി കൂടുതലാണ് നമ്മുടെ നാട്ടിലേക്കാട്ടിലും. ഇവിടെ ഇവര് പറയാ ഹോൾ യാർഡ് ചിക്കൻ എന്ന് പറയാം. ഓക്കെ, ട്രീ ഹോൾ ചിക്കൻ അങ്ങനെ പറയാം. പിന്നെ മരത്തേന്ന് വീണ ചിക്കൻ. ഓക്കെ, അതായത് ഇതുകളെല്ലാം ശരിക്കും കഴിഞ്ഞാൽ ഫ്രീ റേഞ്ച് കോഴി. ഇതിനകത്തെ ഇത് ഞാൻ നമ്മളെ ഒരു എയർപോർട്ടിൽ എയർപോർട്ടിൽ
വിമാനം അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു. ആ വിമാനത്തിനടുത്ത് ഞങ്ങൾ നടന്നു പോകുമ്പോഴത്തേക്കും അവിടെയൊക്കെ കോഴികളാ. ആ ആപ്രൺ ഏരിയ ഇല്ലേ, അവിടെ മൊത്തം ആപ്രൺ ഏരിയ എന്നല്ലേ പറയുന്നത്? അവിടെ മൊത്തം കോഴികളാ. ഞാൻ ആലോചിക്കുകയായിരുന്നു റൺവേയിൽ ഇങ്ങനെ കോഴി. അത് ഇത് എന്തായിരിക്കും എല്ലാ ദ്വീപുകളിലും ഇങ്ങനെ കോഴി ഉണ്ടാവുന്നത്? നമ്മുടെ നാട്ടിൽ പശുക്കൾ നടക്കുന്ന പോലെ. അതൊരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ അറിയത്തില്ലല്ലേ? അറിയത്തില്ല. അങ്ങനെ ഇതുവരാരും ചോദിച്ചിട്ടില്ല. ആരും ചോദിച്ചിട്ടില്ല. അതിനൊരു ഉത്തരം കണ്ടുപിടിക്കണേ. അല്ല, ഇതിനു മുമ്പ് ഇതുപോലൊരു ചോദ്യം ഒരാൾ ചോദിച്ചു. ഒരാൾ വന്നിട്ട് ചോദിച്ചു ഇടക്കണേനെ പോയപ്പോഴേ, ഈ ഇവിടുത്തെ ഇലക്ട്രിക് പോസ്റ്റുകളുടെയൊക്കെ മരം ഏതാണ്? ഞാൻ പറഞ്ഞു വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ചോദിക്കാൻ. ഞാൻ ശ്രദ്ധിച്ചായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ മരമൊക്കെ എടുത്ത് മാറ്റി. ഇപ്പൊ മരമൊക്കെ ഡേഞ്ചർ. അതെ, അതും കുഴപ്പമില്ല. ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മുടെ നാട്ടിലെ മരങ്ങൾ സ്ട്രോങ് ആയിരുന്നു, പക്ഷെ മരം ഡേഞ്ചർ എടുത്ത് മാറ്റി. മരം ഏതാന്ന് ചോദിച്ചാൽ നമ്മളെങ്ങനെ മറുപടി പറയും? നമ്മുടെ നാട്ടിലെ മരം സ്ട്രോങ് ആയിരുന്നു. സ്ട്രോങ് ആയിരുന്നു, മരം ഉണ്ടായിരുന്നപ്പോൾ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷേ മറ്റേ പോസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അതാ ഇപ്പൊ ഇടിഞ്ഞു പിടിഞ്ഞ് വീഴുന്നത് പലതും. ഇവിടെ ഇഷ്ടംപോലെ മരം കിട്ടാനുണ്ടല്ലോ. ഇവിടെ തേക്കിന്റെ മരങ്ങൾ, മുഴുവൻ തേക്കാണ്. ഞാൻ വെറുതെ അല്ല, എവിടെന്നാ മണം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. താങ്കളുടെ പുറകിലിരിക്കുന്ന ആൾക്കാരാണ് അവിടെ മണം പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മണം ഇല്ലെങ്കിലാണ് ആണല്ലേ? എന്താ ഒരു അൺയൂഷ്വൽ എന്ന് പറയുന്നത്. മണം ഇല്ലാത്ത എന്താണ്? എന്താ ഇവിടെ ലീഗലാണല്ലോ. ഇവിടെ ലീഗലാണോ? അങ്ങനല്ല, എനിക്ക് വന്നത് ഇവിടെ ലീഗലും അല്ല ഇല്ലീഗലും അല്ല. അതായത് ഡീക്രിമിനലൈസ് ചെയ്തിരിക്കുകയാണ്. ഒരു സെർട്ടൻ എമൗണ്ട് കൈവെക്കുന്നതിൽ കുഴപ്പമില്ല. അതേസമയം ഒരു 30 ഗ്രാം അപ്രോക്സിമേറ്റ് പറഞ്ഞാൽ, പക്ഷെ അതിൽ കൂടുതൽ വെച്ചാൽ ക്രൈമാണ്. വിൽക്കുന്നതും മേടിക്കുന്നതും ക്രൈമാണ്. അതേസമയം നിങ്ങളൊരു കുറച്ച് ഇക്കാര്യത്തിൽ ഞാൻ മൈത്രേനോടൊപ്പമാണ്. കാര്യം എന്താ പറയുക, കഞ്ചാവ് ഒരു കാര്യത്തിന് ബാനല്ല വേണ്ടത്. ഇത് സൊല്യൂഷൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ. ഇപ്പോൾ എവിടെ നോക്കിയാലും കഞ്ചാവ് ഇട്ടൂടെ കഞ്ചാവ് വളർത്തുന്നവരുണ്ട്. ഞാൻ 20 വർഷമായിട്ട് താമസിക്കുന്നതാണ്. ഞാൻ കഞ്ചാവ് വലിക്കത്തില്ല. ഞാൻ കഞ്ചാവ് വലിക്കാത്തതിൻ്റെ കാരണം ഇവിടെ ഒരു പാക്കറ്റ് സിഗരറ്റ് മേടിക്കുന്നതിനൊക്കെ എളുപ്പമാണ് കഞ്ചാവ് വലിക്കുന്നത്. കഞ്ചാവ് വലിക്കുന്നത് കഞ്ചാവ് വലിച്ചാലുള്ള കുഴപ്പങ്ങൾ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മൈത്രേനെ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഒന്നിൻ്റെ നിരോധനമല്ല, അതിൻ്റെ കുഴപ്പങ്ങളെക്കുറിച്ചുള്ള അവയർനെസ്സാണ് നല്ലൊരു സൊല്യൂഷൻ. മദ്യനിരോധനം ഒരുപാട് രാജ്യങ്ങൾ നടപ്പിലാക്കി നോക്കി, അത് വർക്കൗട്ട് ആയിപ്പോയില്ല. കഞ്ചാവിൻ്റെ പൂർണ്ണമായ നിരോധനം അതിൻ്റെ ബ്ലാക്ക് മാർക്കറ്റുള്ള സെയിൽസ് കൂട്ടത്തുള്ളൂ. പക്ഷേ അതിൻ്റെ അവയർനെസ് ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ ആ രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. ഇല്ലീഗൽ എന്നുള്ളത് മാറ്റി ഡീക്രിമിനലൈസ് ചെയ്യുന്നു, പക്ഷേ സെയിം സമയം ഇതിൻ്റെ അവയർനെസ് കൂട്ടുന്നു. എന്തായാലും സംഭവം ഭയങ്കര ചില്ലായി. നല്ല കാറ്റൊക്കെ ആയി. വെള്ളത്തിൽ നനഞ്ഞിട്ട് തിരിച്ച് കയറി ഒരു 5 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് ഡ്രൈ ആയി കിട്ടും. അല്ല, ഞാൻ വിചാരിച്ചത് നിങ്ങൾ ഇവിടെ വന്ന് ഇവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷനൊക്കെ കവർ ചെയ്ത് സത്യത്തിൽ നിങ്ങൾ എൻജോയ് ചെയ്യാൻ വന്നാണല്ലേ. നമുക്ക് എൻജോയ് ചെയ്യണ്ടേ? അങ്ങനെ കൊണ്ട് സത്യം ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെ നമ്മൾ ഫുൾ ഈ പറഞ്ഞ പോലെ കാഴ്ചകൾ കാണണം. ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു അട്രാക്ഷൻ മാത്രമല്ലേ. നിങ്ങൾ ആദ്യം എൻജോയ് ചെയ്യുന്നു, എന്നിട്ട് ആൾക്കാരെ എന്റർടൈൻ ചെയ്യുന്നു. അങ്ങനല്ലേ വേണ്ടത്? മേക്ക് സെൻസ് അല്ലേ? അല്ലാതെ ആൾക്കാരെ എന്റർടൈൻ ചെയ്യുന്നുള്ളത് മാത്രമല്ല ഉദ്ദേശം. എന്താ ഇപ്പൊ പറഞ്ഞു വരുന്നത്? പ്രശ്നം എന്തുവാ? ഞാൻ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തല്ലേ, അതിന് മീനിങ് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ബ്രോ കാണാം. ശരി, നൈസ് ടു മീറ്റ് യു. ഓക്കെ, സീ യു. നൈസ്. അല്ല, നമുക്ക് ഓക്കെ, അപ്പൊ ബൈ. ടീമല്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ. ഓക്കെ, ശരി, ബൈ. ഞങ്ങൾ കടയിൽ വന്ന് ഇന്ന് നമ്മൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. ചിക്കനും ചപ്പാത്തിയും, നമ്മൾ ഈ ടോർട്ടില റാപ്പാണ് നമ്മുടെ ചപ്പാത്തി. ചിക്കനും ചപ്പാത്തിയും ബാക്കി സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഇന്ന് നമ്മൾ പാചകമാണ് കേസ് അല്ലേ. ഇന്നലെ ഞാനാണ് ചിക്കൻ കറി ഉണ്ടാക്കിയത്. ഇന്ന് സിബിചേട്ടനാണ് ചിക്കൻ കറി ഉണ്ടാക്കിയത്. ഇന്നലത്തെ ചിക്കൻ കറി എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ മകൻ ഇന്ന് രാവിലെ കൂടെ പറഞ്ഞു പാടി വിളിച്ചിട്ടുണ്ട്. കഷ്ടപ്പെട്ടോ? ഒരു ചപ്പാത്തി മൊത്തം. അത് ശരി. സോ ഇന്ന് സിബിച്ചേട്ടൻ്റെ വക ചിക്കൻ കറി. ഗൈസ്, നമ്മളെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ചിക്കൻ കറി. ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് നമ്മുടെ സിബിച്ചേട്ടൻ, ഷെഫ് സിബി. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ക്യാബേജ് തോരനാണ്. അത് ഇവിടെ മുട്ടക്കുസ് ക്യാബേജ് ഇതിങ്ങനെ കൊത്തി അരിയണം എന്നല്ലേ? അതെ, ഇതിങ്ങനെ കൊത്തി ചെത്തിയെടുത്ത് അരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് തേങ്ങ ചെറിയതൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്ത് വറുത്തെടുക്കും. സോറി, അങ്ങനല്ല. ഫ്രൈ ചെയ്ത് വറുത്തെടുക്കുന്ന വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് നമുക്കായിട്ട് എങ്ങനെ വഴറ്റിയെടുക്കും. ശരിക്കും അതിന് കൃത്യമായ ഒരു വാക്കില്ല. അതാണ് പ്രശ്നം. വഴറ്റുക എന്ന് പറഞ്ഞാൽ വേവിക്കുക പറയാൻ പറ്റത്തില്ല. അതാ നമ്മള് വഴറ്റിന്ന് പറയുമ്പോഴേ നിങ്ങൾ വഴറ്റുന്ന സാധനം ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയത് എങ്ങനെ പറയും? അതൊക്കെ ഭയങ്കര പാടാണ്, അതൊക്കെ ഭയങ്കര കഷ്ടമാണ്. വഴണ്ട് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ക്യാബേജ് തോരനായിരിക്കും. അതാണ് നമ്മുടെ പരിപാടി. പിന്നെ നല്ല അടിപൊളി സലാഡ് കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയാണ്. ഇത് നമ്മുടെ മറ്റേ ചുച്ചുക്ക് എന്ന് പറയും. ആൾക്കാരെങ്കിലും വരും വിളിക്കും. ഉസ്ബെക്കിസ്ഥാൻ സ്റ്റൈൽ സലാഡാണ് ചുച്ചക്ക് എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഇതിനകത്ത് സവാളയും തക്കാളിയും മാത്രമേ ഇടുകയുള്ളൂ. പിന്നെ നാരങ്ങ വഴി, പിന്നെ ഈ ഒരു ഇലയാണ് ഇതിന്റെ ഫ്ലേവർ. ഇത് ഒരു ടൈപ്പ് ഓഫ് മല്ലിയില അല്ല, പക്ഷെ എന്തായാലും പറഞ്ഞേ
സിലോൺട്രോ. അങ്ങനത്തെ ഒരു സാധനമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തൈംസ് ഇടാം, എന്നാലും ആ ഒരു ഫ്ലേവർ കിട്ടും. അങ്ങനത്തെ ഒരു സാധനമാണ് തൈംസ്. സോ ഞങ്ങൾ ഡിന്നർ പ്രിപ്പറേഷൻ ഈസ് ഗോയിങ് ഓൺ. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയ ചിക്കൻ കറി, ചപ്പാത്തി, ക്യാബേജ് തോരൻ ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാന്നും പറഞ്ഞുകൊണ്ട് ഫ്രൈ ചെയ്തപ്പോഴത്തേക്കും ഇത്തിരി കരിഞ്ഞു പോയി. കാബേജ് തോരൻ 2 വെറൈറ്റിയാണ്. നമ്മൾ ആദ്യം പകുതി കഴിച്ചു. അത് തന്നെ പകുതി കഴിച്ചു നമ്മൾ. കാബേജ് തോരൻ കരിഞ്ഞാലും 2 ഉണ്ട്. അയ്യോ. പിന്നെ ചിക്കൻ കറി കഴിച്ചോട്ടെ കൊണ്ടെന്ന്. നൈസ്. നിങ്ങൾ നാരങ്ങ പിഴിഞ്ഞു അല്ലേ? പുളി ഇഷ്ടമായതുകൊണ്ട് പുളി അടിപൊളി കേട്ടോ. സൂപ്പറാണല്ലോ. നൈസ് സാധനം. ശരിക്കും കേട്ടോ. ഒട്ടില്ല ചപ്പാത്തി നല്ല കോമ്പിനേഷനാണ്. ഇന്നലെ കഴിച്ചപ്പോഴും ഞാൻ ആദ്യമായിട്ട് ഇന്നലെ എങ്ങനെ കഴിക്കുന്നത് തൊട്ടില്ല. ശരിക്കും നല്ല പൊങ്ങി വരുന്നുണ്ട്. ചുടുമ്പത്തേക്കിനും പൊങ്ങി വരുന്നുണ്ട്. കൊമള വരുന്നുണ്ട്. കൊമള